നമസ്കാരം. ACV സ്വർണ്ണവർഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ എന്നത്തെയും പോലെ എല്ലാ സൺഡേയിലെയും പോലെ ഞാൻ എത്തിയിരിക്കുകയാണ് സ്വർണ്ണവർഷമായിട്ട്. അതായത് നിങ്ങൾക്ക് കുറേ സ്വർണം തരാനാണ് നമ്മുടെ പ്ലാൻ. എങ്ങനെ? അതായത് ഈ കാണുന്ന നമ്പേഴ്സിൽ 11 to 70 വരെയുള്ള നമ്പേഴ്സ് എഴുതിയിട്ടുള്ള ബോക്സസ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിലൊരു നമ്പർ നിങ്ങൾ എന്നെ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മാത്രം മതി. ഞാൻ ചെന്ന് തുറക്കുമ്പോൾ സ്വർണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഗെയിം ഷോ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഫോൺ ചെയ്താൽ മാത്രം മതി, ഒരു നമ്പറും പറയണം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും പങ്കെടുക്കാൻ പറ്റും. എന്തായാലും അതിലോട്ടൊക്കെ വരാം. എന്തായാലും അതിന് മുന്നേ നമ്മുടെ ഫസ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? ദേവികൃഷ്ണ. ദേവികൃഷ്ണ, എവിടുന്നാ വിളിക്കുന്നത്? ദേവികൃഷ്ണ എറണാകുളം. എറണാകുളത്ത് നിന്നാണ്. ഓക്കെ, എത്രാം ക്ലാസ്സിലാ ദേവികൃഷ്ണ? ഹലോ ദേവികൃഷ്ണ, എത്രാം ക്ലാസ്സിലാ? 4ല്. 4ാം ക്ലാസ്സിലാണോ? പാട്ട് പാടുവോ ദേവികൃഷ്ണ? ഇല്ല. ഇല്ലേ? പക്ഷെ സൗണ്ട് കേട്ടപ്പോ ഭയങ്കര ക്യൂട്ട് ആയതുകൊണ്ട് ഞാൻ വെച്ച് പാടുന്നു. ദേവികൃഷ്ണൻ ഡാൻസ് ഒക്കെ കളിക്കോ? കളിക്കും, ഇഷ്ടമാണ്. പഠിക്കാൻ പോകുന്നുണ്ടോ ഡാൻസ് ഒക്കെ? പാട്ട് പഠിക്കാൻ പോകുന്നില്ല? ഇല്ല. ഇല്ല, ഡാൻസ് ആണ് ഇഷ്ടം അല്ലേ? ഭരതനാട്യമാണോ പഠിക്കുന്നേ? ഭരതനാട്യം. ഓക്കെ, അപ്പൊ ഇന്ന് അവധിയാണല്ലോ. എന്താണ് സൺഡേ പരിപാടി ബേബിയുടെ? പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. വീട്ടിനടുത്ത് കളിക്കാനൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ട്. കളിക്കാൻ പോയോ? കളിച്ചു കഴിഞ്ഞു രാവിലെ. എന്റെ അമ്മോ, ഏതാണ് നമ്പർ? 45. 45 അല്ലേ? ഓക്കെ, 45-ല് സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കിക്കളയാം. നോക്കട്ടെ. 45 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ സോറി എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല, അതാണ് ഗുഡ് ഗേൾ. നീ വിളിക്കണേ. നമ്മുടെ ഫസ്റ്റ് കോളർ ഒരു കുഞ്ഞു വാവയായിരുന്നു അല്ലേ? 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ദേവികൃഷ്ണയാണ് നമ്മളെ വിളിച്ചത്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് പോസിറ്റീവായി എന്ന് പറയാം. ഭയങ്കര പോസിറ്റീവ് ആൻഡ് സ്മാർട്ട് ആയിട്ടുള്ള മോളാണ് ദേവികൃഷ്ണ. ഇനിയും വിളിച്ച് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നെക്സ്റ്റ് ടൈം സ്വർണ്ണം അടിക്കണം കേട്ടോ. സോ യെസ്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും പങ്കെടുക്കാം. 8086011443 എന്നുള്ളതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഇതിലോട്ട് കോള് ചെയ്യാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. എന്താ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ, ഇത്രയും അയക്കാം. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, ഇതാരാണ്? തൃശ്ശൂർ കോട്ടപ്പുറത്ത് നിന്ന് ആരാണ്? പേര് ശശിധരൻ. ഓക്കെ ചേട്ടാ, എന്താ ചെയ്യുന്നേ? ഞാൻ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യാ. ആഹാ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് വൈഫും ഞാനും. വൈഫിന്റെ പേരെന്താ? മോള് യുകെയിലാ. മോള് യുകെയിലാണ്. ഓക്കെ, യുകെയിൽ അവിടെ പഠിക്കാൻ പോയതാണോ? ജോലി ചെയ്യുന്നു? പഠിപ്പ് കഴിഞ്ഞപ്പോ ചെറിയ ജോലിയൊക്കെ ശരിയായി. ഓക്കെ, ഇനിയിപ്പോ എന്നാ നാട്ടിലോട്ട് വരുന്ന മോള്? നാട്ടിലിപ്പോ ഓണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഓണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, കുറച്ച് നാളെ ആയല്ലോ പോയിട്ട്? 2 കൊല്ലം ആയി. ഓക്കെ, അപ്പം ഹസ്ബൻഡും വൈഫും കൂടെ ചില്ലിങ് ആണ് വീട്ടില്. അവര് വരുമ്പോ ഒരു സന്തോഷം. സൺഡേ എന്താണ് പരിപാടി ഇന്ന്? സൺഡേ ഒരു പരിപാടി ഇല്ല, വെറുതെ ഇരിക്കാൻ അമ്പലത്തിലോട്ട് പോകും. ഓക്കെ, ഏതാണ് നമ്പർ ചേട്ടാ ചൂസ് ചെയ്തത്? 49. ഓക്കെ, 49 ചൂസ് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ? 49 ചൂസ് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ ചേട്ടാ? എന്താണ് ചൂസ് ചെയ്യാൻ കാര്യം? ചുമ്മാ വെറുതെ കണ്ട് ഇഷ്ടപ്പെട്ടു എടുത്തല്ലേ? കിട്ടിയതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും തുറന്നു നോക്കാം ഇത്തവണ സ്വർണ്ണം ഉണ്ടോന്ന്. 49 തുറക്കുമ്പോൾ ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. ഹലോ, താങ്ക് യു. എന്താണ് ചേച്ചി പേര്? എന്റെ പേര് കലാദേവി. ഓ യെസ്, പാട്ട് പാടുന്ന കപ്പിളല്ലേ ഇത്? കലാദേവി എന്ന് പേര് കേൾക്കുമ്പോഴാണ് എനിക്കത് ഓർമ്മ വരുന്നത്. സ്വർണ്ണം അടിച്ചല്ലോ. രണ്ടാമത്തെ കോളിൽ തന്നെ സ്വർണ്ണം അടിച്ചു എന്നുള്ളതാണ്. എന്തായാലും സ്വർണ്ണമൊക്കെ അടിച്ചിരിക്കുമ്പോ ഒരു പാട്ട് പാടി തരുമോ നമുക്ക്? പാട്ട് പഠിക്കും.
ഓണം 18 പേര്. ഒരു മിനിറ്റ് പാട്ടെടുക്കണേട്ടാ. ഏ പാട്ടെടുക്കണം. പാട്ട് ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടേ വെച്ചിട്ടുണ്ടോ? കുടുംബത്തിൽ പോയി പാടില്ല. പെട്ടെന്ന് വേണം, പെട്ടെന്ന്. എന്റെ ജന്മം നീയെടുത്തു, ആ. എന്റെ ജന്മം ഞാനെടുത്തു, നമ്മിൽ മോഹം പൂവണിഞ്ഞു, നമ്മിൽ തമ്മിൽ തേൻ ചൊരിഞ്ഞു. കപ്പിളായിട്ട് തന്നെ പാട്ട് പാടി. അടിപൊളി. അപ്പൊ ഒന്നും കൂടെ ഞങ്ങൾ once again. ശനിയാഴ്ച പാടാറുണ്ട്. എന്തോ ഞങ്ങൾ ശനിയാഴ്ച പാടാറുണ്ട് ഹലോ റേഡിയോയില്. ആഹാ, ഓ അടിപൊളി അടിപൊളി. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് ചേട്ടാ. ഇനിയും വിളിക്കുക. എല്ലാ ശനിയാഴ്ച പാടും. ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ബൈ ബൈ. സോ യെസ്, നമുക്ക് ഈ എപ്പിസോഡ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് വിന്നറിനെ കിട്ടി. ആദ്യം നല്ല സെക്കൻഡ് കോളിൽ തന്നെ നമുക്ക് വിന്നറിനെ കിട്ടി. 49ലാണ് ആ ഗോൾഡ് ഇരുന്നത്. ഇനിയും ബോക്സസ് ഉണ്ട്, ഇനിയും നമ്പേഴ്സിൽ ഏതിലൊക്കെയോ ആയിട്ട് സ്വർണ്ണം ഇരിപ്പുണ്ട്. നിങ്ങളത് കണ്ടുപിടിക്കണം. ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതിന് അടിപൊളിയായിട്ടാണ്. സോ ഇനി പെട്ടെന്ന് ഗോൾഡൊക്കെ കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം. നെക്സ്റ്റ് കോളറിന് ഇനി ഗോൾഡ് കിട്ടുമോ എന്നുള്ളത് നമുക്കറിയില്ല. ബാക്ക് ടു ബാക്ക് സ്വർണ്ണം അടിക്കുമോ എന്നുള്ളത് അറിയില്ല. എനിക്കത് ലാസ്റ്റ് എപ്പിസോഡ് ബാക്ക് ടു ബാക്ക് 2 പേർക്ക് സ്വർണ്ണം അടിച്ചിരുന്നു. അതുപോലെയാണ് ഈ എപ്പിസോഡിലും എന്നുള്ള കാര്യം നമുക്കറിയില്ല. നമുക്ക് നോക്കാം അല്ലേ? എന്തായാലും നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഹലോ ഹലോ, ഇതാരാണ്? ഇത് അനീഷ് കോട്ടയത്തു നിന്നാണ് വിളിക്കുന്നത്. അനീഷ്, ഓക്കെ. എന്താ ചെയ്യുന്നത് അനീഷ്? വീട് കോട്ടയം ഒളച്ച. വീട് കോട്ടയത്താണ്. ഓക്കെ, എന്താ ചെയ്യുന്നത് അനീഷ്? ഞാൻ ജോയി ഐസ്ക്രീമിന്റെ ഓഫീസിലാണ് വർക്ക് ചെയ്യാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുള്ളത്? വീട്ടിൽ അമ്മ, അനിയൻ, പിന്നെ പെങ്ങൾ. ഓക്കെ, അനിയനും പെങ്ങളോ? 3 പേരാ അല്ലേ നിങ്ങള്? ഞങ്ങൾ 3 പേര്. 3 പേര്. ഓക്കെ, എന്താണ് സൺഡേ പരിപാടി? സൺഡേ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വീട്ടിലുണ്ട്. നിങ്ങൾ 3 പേരും ഭയങ്കര കമ്പനിയാണോ? ഗ്യാങ് ആണോ? ഫ്രണ്ട്സ് പോലെയാണോ? 3 പേരും ആണോ? അതോ അനീഷ് വല്യേട്ടൻ ലെവലാണോ? അല്ല, അത്രയൊന്നും വില തന്നിട്ടില്ല അത്. ഓക്കെ, ഏതാണ് നമ്പർ ചൂസ് ചെയ്തിരിക്കുന്നത്? നമ്പർ 11 അല്ലേ? 11 ഫസ്റ്റ് നമ്പർ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? നോക്കാം, നമുക്ക് 11ല് ഗോൾഡ് ഉണ്ടോ എന്നൊന്ന് നോക്കിക്കളയാം. അനീഷിന് ഇന്ന് ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല, സോറി എന്ന് വിഷമിച്ച് പറഞ്ഞിരിക്കുക കേട്ടോ. ഇതിനകത്ത് ഗോൾഡ് ഇല്ല. പോട്ടെ, സാരമില്ല. നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും താങ്ക്സ് ഫോർ കോളിംഗ്, ബൈ ബൈ. സോ അനീഷിന് ഗോൾഡ് കിട്ടിയിട്ടില്ല. 3ാമത്തെ കോളറാണ്. എന്തായാലും 2ാമത്തെ കോളറിന് നമുക്ക് സ്വർണ്ണം കൊടുക്കാൻ പറ്റി. ഇനി അങ്ങോട്ട് കുറേ കോൾസ് വരാനുണ്ട്, കുറേ ബോക്സുകൾ തുറക്കാനുണ്ട്. ലെറ്റ്സ് സീ ഏതിലൊക്കെയാണ് സ്വർണ്ണം ഇരിക്കുന്നതെന്ന്. കൂട്ടത്തിൽ ഇപ്പോൾ വിളിച്ച് കിട്ടാത്തവർക്കും കിട്ടിയവർക്കും ഒക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചിട്ടേക്കുക. എന്താണ് നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്രയും അയച്ചിട്ടേക്കുക. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം കിട്ടുക. അപ്പോൾ ആദ്യമൊക്കെ അയക്കുന്ന റൈറ്റ് ആയിട്ടുള്ള ആൻസറിനാണ് സമ്മാനം കിട്ടുന്നത്. സോ അയക്കാൻ മറക്കരുത്. എന്തായാലും നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, നമസ്കാരം. ധാരാണ്? സരിത. എവിടുന്നാ വിളിക്കുന്നേ? സജിത. ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കുമോ? എനിക്ക് എന്റെ ശബ്ദം മാത്രമേ അവിടെ നിന്ന് ഇങ്ങോട്ട് കേൾക്കുന്നുള്ളൂ. കുറച്ച് സെറ്റ്. സജിത എവിടുന്നാ വിളിക്കുന്നേ? എവിടെയാ? വക്കം. ഓക്കെ, എന്താ ചെയ്യുന്നേ? ആറ്റിങ്ങൽ വക്കം അല്ലേ? എന്താ ചെയ്യുന്നേ? ഞാൻ മിൽക്കോ ഡയറിയിൽ വർക്ക് ചെയ്യാണ്. വീട്ടിൽ ആരൊക്കെയുള്ളത് സജിത? ഹസ്ബൻഡും 2 മക്കളും. എല്ലാരും ഉണ്ടോ ഇന്ന് വീട്ടില്? മക്കള് പഠിക്കാൻ പോയി. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ഏതാണ് നമ്പർ? 36 അല്ലേ? ഓക്കെ, 36ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കിക്കളയാം. സജിതയ്ക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ലെറ്റ്സ് സീ. 36 ഇങ്ങനെ തുറക്കുമ്പോൾ അയ്യോ സോറി എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. കിട്ടിയിട്ടില്ല കേട്ടോ. സാരമില്ല. താങ്ക് യു സോ മച്ച്. ബൈ.
സത്യത വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ആളാണ്. പതുക്കെയൊക്കെ സംസാരിക്കുന്നുള്ളൂ. എപ്പോഴും വിളിക്കുമ്പോൾ കുറച്ച് എനർജറ്റിക് ആയിട്ട് എല്ലാവരും സംസാരിക്കണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വാട്സപ്പിലും അയക്കാൻ മറക്കരുത്. വാട്സപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്ക് വെക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഒറ്റൊരു ഓപ്പർച്യൂണിറ്റി മാത്രം മതിയോ, അത് കോളിലൂടെയും പങ്കെടുക്കണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്ക് 2 രീതിയിൽ പങ്കെടുക്കാം. കോൾ ചെയ്യാം, വാട്സപ്പിൽ അയക്കുകയും ചെയ്യാം. അപ്പോൾ 2 രീതിയിലാണ് പങ്കെടുക്കാൻ പറ്റുന്നത്. സോ യെസ്, നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? കൊല്ലത്ത് നിന്ന് വസന്ത. കൊല്ലത്ത് നിന്ന് വസന്ത. വസന്ത ചേച്ചി എന്താ ചെയ്യുന്നേ? ഞാൻ സ്കൂൾ പാചക തൊഴിലാളിയാണ്. ആഹാ, ഇന്ന് പോകണ്ടല്ലേ? ഇന്ന് പോകണ്ട. ചേച്ചി ടിവിയുടെ വോളിയം കുറയ്ക്കോ? ഭയങ്കര സൗണ്ട്. ഹലോ ഹലോ, കുറച്ചു. ഓക്കെ, ചേച്ചിയുടെ വീട്ടിലായിരിക്കും ഉള്ളത്? ഞാനും 2 പെൺമക്കളും കൊച്ചുമോനും. ഓക്കെ, പെൺമക്കളൊക്കെ എത്രയായി? ഒരാൾക്ക് കൊച്ചുമോനും ആയല്ലേ? ഓക്കെ 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 ഓക്കെ. കൊച്ചുമോൻ എത്രയായി? കൊച്ചുമോൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, അടുത്തുണ്ടോ? എന്താണ് പേര് കൊച്ചുമോന്റെ? ധ്യാൻ ദേവ്. ധ്യാൻ ദേവ് അല്ലേ? ഓക്കെ, ചേച്ചി നമ്പർ സെലക്ട് ചെയ്തോ? നോക്കട്ടെ. $55 അല്ലേ? 55. ഓക്കെ, 55 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കി കളയാം. ഓക്കെ, നോക്കട്ടെ. 55 ചേച്ചിക്ക് ഗോൾഡ് ഉണ്ടോ? 55. അയ്യോ, ഇല്ല കേട്ടോ ചേച്ചി. ഓ ശരി, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു സോ മച്ച് ചേച്ചി. ബൈ. ചേച്ചി കിട്ടിയില്ല, ചെറിയൊരു വിഷമം വന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ ചേച്ചി ഇനിയും വേറെ എപ്പിസോഡ്സ് ട്രൈ ചെയ്യണം. വാട്സപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ അയക്കണം. ഓക്കെ, സോ യെസ്, വാട്സപ്പിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ 8086014443 എന്ന നമ്പറിലോട്ട് പേര്, സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ, ഇത്രയുമാണ് അയക്കേണ്ടത്. പിന്നെ നമ്മുടെ സമ്മാനം എന്താണെന്നറിയാലോ? സ്വർണ്ണമാണ് സമ്മാനം. സ്വർണ്ണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ്. കാര്യം എന്താണ്, ഭയങ്കര ഒരു എന്താ പറയുക, അസറ്റാണ് അല്ലേ? ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണമാണ് സമ്മാനം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. വെറുതെ കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, ഹായ്, ഇതാരാണ്? ആലപ്പുഴ. ആലപ്പുഴയിൽ ഞാൻ ഹലോ പറഞ്ഞപ്പോ അതേ എനർജിയിൽ നിന്ന് ഒരു ഹലോ ഇങ്ങോട്ട് വന്നു എന്നുണ്ടെങ്കിൽ ഇത് വേണുഗോപാൽ ചേട്ടനാണോ? ആണല്ലേ? ഹലോയിൽ ഞാൻ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. സുഖല്ലേ ചേട്ടാ? സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഇന്ന് ഏത് നമ്പറാണ് സെലക്ട് ചെയ്തത്? ഇന്ന് ഞാൻ 23. 23. ഓക്കെ, 23 ഇന്ന് ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കിക്കളയാം. ഓക്കെ, നോക്കട്ടെ. 23 ഗോൾഡ് ഉണ്ടോ? വിളിക്കാൻ ഒരു രസമല്ലേ? ഇല്ല കേട്ടോ ചേട്ടാ. പോട്ടെ, സാരമില്ല. അടുത്തത് ആൾക്ക് കൊടുക്കാം ഒരു ചാൻസ് അല്ലേ? അതെ, അടുത്ത ആൾക്ക് കൊടുക്കാം. ഇവിടെ മോളും കൊച്ചുമോനും എന്റെ സിസ്റ്ററും ഒക്കെ ഉണ്ട്. എല്ലാരും എത്തിയിട്ടുണ്ട്. മോളൊക്കെ ദൂരെ അല്ലായിരുന്നോ? ഹൈദരാബാദിൽ എത്തിയിട്ടുണ്ട്. എത്ര ദിവസത്തെ ലീവിന് എത്തിയത്? ഇല്ല, മകനെ ഇവിടെ കോളേജ് ചേർക്കാൻ വന്ന കുസാറ്റിൽ, മറ്റേ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എറണാകുളം ചേർക്കാൻ വന്നതാണല്ലേ? ചേർത്തു. അപ്പൊ തിരിച്ചു പോയിട്ടില്ല. ആഹാ, കുറച്ച് ദിവസം ഉണ്ടോ ഇവിടെ? കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഓക്കെ, അടിപൊളി. എല്ലാരും അന്വേഷിച്ചെന്ന് പറയണം കേട്ടോ. ഹലോ. ഓക്കെ, അപ്പോ ചേട്ടാ താങ്ക്സ് ഫോർ കോളിംഗ്. അവിടെ നിന്ന് കേൾക്കാം. ഹലോ, ഹായ്. ഓക്കെ, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫാമിലി ആണ് അല്ലേ? ചേട്ടനും ചേച്ചിയും സ്ഥിരമായിട്ട് വിളിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫാമിലി എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആണ്. അപ്പോൾ താങ്ക്സ് ഫോർ കോളിംഗ്. ഇനിയും വിളിക്കണം ഇതുപോലെ തന്നെ. സോ യെസ്, ഇനി കുറേ നമ്പേഴ്സ് ബാക്കി തുറക്കാൻ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, ഇതാരാണ്? പുഷ്പകുമാരി. കൃഷ്ണകുമാരി. എവിടുന്നാ വിളിക്കുന്നേ? കൃഷ്ണകുമാരി അല്ല, പുഷ്പകുമാരി. ഓക്കെ, പുഷ്പ അല്ലേ? എവിടുന്നാ വിളിക്കുന്നേ? കണിയാപുരം. എന്താ ചെയ്യുന്ന ചേച്ചി? ഹൗസ് വൈഫാ. എന്തോ? ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഞാനും മൂത്ത മകളും. എന്തോ? ഞാനും മൂത്ത മകളും. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ ചേച്ചി, ഏത് നമ്പറാ സെലക്ട് ചെയ്തേ? നമ്പർ ഒന്ന് നോക്കിക്കോട്ടെ.
46. 46. 46 അല്ലേ? 46 ചൂസ് ചെയ്യാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? ആ നമ്പറിനോട് എന്തെങ്കിലും സ്നേഹം? ഇല്ല ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല, വെറുതെ ചൂസ് ചെയ്തു. 46 അതെ 46 വല്ല കാര്യമുണ്ടോ നമുക്ക് നോക്കി കളയാം. ഓക്കെ ഓക്കെ നോക്കാം. 46 തുറക്കുമ്പോൾ അയ്യോ ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ താങ്ക് യു ചേച്ചി. ബൈ. അടുത്തുനിന്ന് വിളിക്കാവോ? വിളിച്ച് നോക്കി ഇനിയിപ്പോ കിട്ടിയാലോ. അല്ലല്ല, അവളെ കോള് പിന്നെ ഒരിക്കൽ എടുക്കാവോളെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാ കേട്ടത്. ഒരുപാട് പേര് വിളിച്ചോണ്ടിരിക്കുന്നോണ്ടാണ്. കുഴപ്പമില്ല, ഇനി വിളിക്കുന്നില്ല ഇന്ന്. ഓക്കെ താങ്ക് യു ചേച്ചി. ബൈ. ഓക്കെ, അപ്പോൾ പുഷ്പ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യുന്ന ആൾ തന്നെയാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചേച്ചി ഇനി ട്രൈ ചെയ്യാൻ നെക്സ്റ്റ് എപ്പിസോഡിലും ചിലപ്പോൾ സ്വർണ്ണം കിട്ടിയെന്ന് വരും. ഇന്ന് തന്നെ ഫസ്റ്റ് അല്ല സെക്കൻഡ് കോളിൽ നമുക്ക് ഗോൾഡ് കൊടുക്കാൻ പറ്റും. ചേച്ചി ഇപ്പോൾ 46 ആണ് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ 49 ഗോൾഡ് ഉണ്ടായിരുന്നത് അല്ലേ? സോ യെസ്, നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ഹായ്, ഇതാരാണ്? ദിവ്യ. ദിവ്യ, എവിടുന്നാ വിളിക്കുന്നേ? കരുനാഗപ്പള്ളി. ഓക്കെ, എന്താ ചെയ്യുന്ന ദിവ്യ? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഹസ്ബൻഡും കുഞ്ഞും. എല്ലാരും വീട്ടിലുണ്ടോ? ഉണ്ട്. കുഞ്ഞുവാവ എത്രയായി? 4 വയസ്സ്. 4 വയസ്സായി. ഓക്കെ, അപ്പൊ LKG-ലൊക്കെ ചേർത്തോ? 4 വയസ്സ് ആവുന്നേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് ഇയർ ചേർക്കും അല്ലേ? ഓക്കെ. എന്താണ് പേര് കുഞ്ഞു ബേബിയുടെ? ഹലോ, ബേബിയുടെ പേരെന്താണ്? ബേബി ഹലോ, കേൾക്കുന്നില്ല. കുഞ്ഞിന്റെ പേരെന്താണെന്ന്? ജാനി എന്ന് വിളിക്കും. ജാനി. ഓക്കെ, അപ്പൊ ഏത് നമ്പറാ ചൂസ് ചെയ്തിരിക്കുന്നേ? 30. 30 അല്ലേ? 30 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കി കളയാം. ഓക്കെ, നോക്കട്ടെ 30 ഗോൾഡ് ഉണ്ടോ? അയ്യോ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. വാവയ്ക്ക് വെള്ളം വേണം. ഇപ്പൊ വെള്ളം പെട്ടെന്ന് കൊടുത്തോട്ടോ, ഇവിടെ കേക്കാം. ഓക്കെ ബൈ. അയ്യോ, ബേബിക്ക് വെള്ളം വേണം. അപ്പൊ നമുക്ക് ഇത് ഇവിടെ സംസാരിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, അതാണ് ഇമ്പോർട്ടന്റ് അല്ലേ? ഓക്കെ, സോ യെസ്, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് മാത്രമാണ് ഗോൾഡ് കൊടുക്കാൻ പറ്റിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഹാഫിന് മുന്നേ തന്നെ ഗോൾഡ് കൊടുക്കാൻ പറ്റി. അപ്പോൾ ഗോൾഡ് പോയി എന്നൊരു തോട്ട് വേണ്ട, ഇനിയും ഗോൾഡ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് അറിയാൻ പറ്റും തുറന്നു കഴിഞ്ഞാൽ. സോ യെസ്, നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ഇതാരാണ്? വിനോദിനി മലയെങ്കിൽ. സുഖമായിട്ടിരിക്കുന്നോ ചേച്ചി? സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്പർ ഏതാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? കറണ്ട് ഇല്ല വീട്ടില്. അയ്യോ, ഒരു നമ്പർ ചേച്ചി ഗസ് ചെയ്ത് പറഞ്ഞോ, നോക്കട്ടെ. ഒരു 20. 20 ഒന്നും പോയിട്ടില്ല. ഡോണ്ട് വറി, നമുക്ക് 20 തുറന്നു കളയാം. ഓക്കെ ചേച്ചി, നോക്കട്ടെ. 20 നോക്കുമ്പോൾ 20 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല. സാരമില്ല. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. ബൈ. സോ വിനോദിനി ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള ചേച്ചിയാണ്. സോ ചേച്ചിക്ക് കിട്ടിയിട്ടില്ല, സാരമില്ല, ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. വാട്സപ്പിലും അയക്കുക. സ്വർണ്ണമാണ് നമ്മുടെ സമ്മാനം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്വർണ്ണം എല്ലാവർക്കും ഇഷ്ടമാണ്. സ്വർണ്ണാഭരണം അണിയാനാണെന്നുണ്ടെങ്കിലും അത് ജസ്റ്റ് സേവിങ്സ് ആയിട്ട് വെക്കാനാണെന്നുണ്ടെങ്കിലും പൊളിയാണ് അല്ലേ? എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ, ഇതാരാണ്? ശില്പയാണ്. ഇതാരാണ്? എന്റെ പേര് അനു, ഏണിക്കരയിൽ. അനു ആണോ? വിളിച്ചിട്ടുണ്ട്. ആണല്ലേ? ഏണിക്കരയിൽ നിന്ന് അനു അല്ലേ? അതെ. ഓക്കെ, വീട്ടിലാരൊക്കെയാ ഉള്ളത് ചേച്ചി? വീട്ടില് ഭർത്താവുണ്ട്, മോനുണ്ട്. മോളെ കല്യാണം കഴിച്ചു വിട്ടു. 2 കുട്ടികളുണ്ട്. 2 കുട്ടികളുണ്ട്. യെസ്, ഞാൻ പറഞ്ഞറിയാൻ പറ്റും. അശ്വതി ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടോ? അല്ല, റേഡിയോയിൽ നമ്മൾ വിളിച്ചോണ്ടിരുന്നത്. ഓക്കെ, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ? ഓക്കെ ചേച്ചി. യെസ്, അശ്വതി അന്വേഷിച്ചു എന്ന് പറയൂ കേട്ടോ. ഏതാണ് നമ്പർ ചേച്ചി? തീർച്ചയായും പറയും. ഏതാണ് നമ്പർ? 50. 50. ഓക്കെ, 50 പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഒരു കാരണവുമില്ല, ചുമ്മാ പറഞ്ഞു അല്ലേ? നമുക്ക് നോക്കാം. 50 നിന്ന് ലക്ക് ഉണ്ടോ? 50 ഗോൾഡ് ഇരിപ്പുണ്ടോ എന്ന് നോക്കിക്കളയാം. അയ്യോ ഇല്ല കേട്ടോ. ശരി. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച് ചേച്ചി. ബൈ.
സുചേച്ചിക്കും സ്വർണം കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം ഇനി ആർക്കാണ് സ്വർണം കിട്ടാൻ പോകുന്നത് എന്ന്. ഓരോരോ ടൈം ഉണ്ടല്ലേ, ചില ദിവസങ്ങളിൽ ഇന്ന സമയത്തായിരിക്കും ലക്ക് വരാൻ പോകുന്നത്, ആ സമയത്ത് വിളിക്കുന്ന ആൾക്ക് സ്വർണം കിട്ടും. ശരിക്കും ഇന്ന് പറയാമെന്നുണ്ടെങ്കിൽ ആദ്യമേ നമുക്ക് സ്വർണം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയാണ്. എന്തായാലും നമുക്ക് നോക്കാം നെക്സ്റ്റ് കോളറിന് ഭാഗ്യമുണ്ടോ എന്ന്. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? അസ്നയാണ്. എന്താണ് പേര്? അഫ്സ. ആ, എവിടുന്നാ വിളിക്കുന്ന അഫ്സ? പറൂരിന്നാണ്. അസ്ന എന്നാണോ പേര്? ആ, അസ്ന. അസ്ന. എവിടുന്നാ? അതെ. തരൂര്? പറൂര്. പരവൂർ. ഓക്കെ ഓക്കെ ഓക്കെ. അസ്ന എന്താ ചെയ്യുന്നേ? ഞാൻ പഠിക്കുവാണ്. എന്താ പഠിക്കുന്നേ? ഞാൻ BSc കെമിസ്ട്രി മഹാരാജാസില്. BSc കെമിസ്ട്രി. ഏത് ഇയർ ആയി? ലാസ്റ്റ് ഇയർ ആണ്. ലാസ്റ്റ് ഇയർ. അപ്പൊ അടിച്ചു പൊളിക്കാണോ? അതെ. ഓ, ഈ വർഷം പാസ് ഔട്ട് ആവുമല്ലോ, വിഷമല്ലേ? വിഷമുണ്ട് അവിടെ പോരെ. ആ, അപ്പൊ നിങ്ങളുടെ ഈ ലാസ്റ്റ് സെൻഡ് ഓഫ് സോഷ്യൽ ഒക്കെ കഴിഞ്ഞോ? ഇല്ല. ലാസ്റ്റ് ഫെയർവെൽ പാർട്ടി ഒക്കെ കഴിഞ്ഞോ? ഇല്ലല്ലോ. ഇല്ല, കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ടില്ല. ഫെസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? ഇല്ല, ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് പോകുന്നത്? കുളു മണാലി. ഓ, എനിക്ക് വയ്യറ്റ അമ്മോ, എനിക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് കുളു മണാലി. പക്ഷെ ഇതുവരെ പോകാൻ പറ്റില്ല. പലതവണ പ്ലാൻ ചെയ്യും, ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ഫ്രണ്ട്സ് ടീമിൻ്റെ അടുത്ത് വീട്ടിലൊക്കെ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കുളു മണാലി. എത്ര ദിവസമാണ് ട്രിപ്പ്? 10 ദിവസത്തെ ട്രിപ്പ്. 10 ദിവസം. ഞാൻ തന്നെ എക്സൈറ്റഡ് ആയിപ്പോയി എൻ്റെ അമ്മ. ഓക്കെ, അപ്പോൾ അടിച്ചു പൊളിക്ക്. അപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ കോളേജ് ലൈഫ്, മാക്സിമം പൊളിച്ചടുക്കിയിരിക്കണം. ഓക്കെ ഓക്കെ. ഏതാണ് നമ്പർ? 21. 21. ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. അസ്നയ്ക്ക് 21 ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, സാരമില്ല. താങ്ക് യു. ബൈ ബൈ. ഓക്കെ, ഭയങ്കര അടിപൊളിയായിട്ടുള്ള ടൈമിലൂടെ പോകുന്ന ഒരാളാണ് അസ്ന. അപ്പോൾ ആ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും നമ്മൾ ഏറ്റവും ബെസ്റ്റ് ടൈമിലായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് തോന്നും ഇത് എന്ത് സമയമാണ്, ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുത്ത ഘട്ടത്തിലോട്ട് എത്തിയിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു ചെറിയ തോന്നൽ ഇടയ്ക്ക് വരും. പക്ഷെ അത് വെറുതെയാണ്. ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. അത് മാക്സിമം പൊളിച്ചടുക്കുക. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, ഹായ്, ഇതാരാണ്? ചാലക്കുടിന്ന് വിളിക്കണേ. ആൻസി ബാബു. ആൻസി ബാബു, എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടില് മോളും 2 കുട്ടികളും. മോളും മോളുടെ 2 കുട്ടികളാണോ? ആ, മോനുണ്ട്. മോൻ വേറെ താമസിക്കുന്നു. വേറെ. ഓക്കെ. മോളുടെ മക്കളൊക്കെ എത്ര ക്ലാസ്സിലൊക്കെയാ? മോളുടെ മക്കള് മൂത്തവൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. ആഹാ. രണ്ടാമത്തവൻ +1 പഠിക്കുന്നു. രണ്ടാമത്തവൻ +1 പഠിക്കുന്നു. ഓക്കെ ഓക്കെ. എല്ലാരും വീട്ടിലുണ്ട്. ഇന്ന് എന്താണ് വീട്ടിലെ സ്പെഷ്യൽ? എല്ലാവരും ഇല്ല, ഞാനും ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. ഒരാള് ടൂറ് പോയി. മോള് ഇവിടെ ഇല്ല, മോള് പുറത്താണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഏതാണ് നമ്പർ? നമ്പർ 31. 31 അല്ലേ? 31 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ആൻസി ചേച്ചിക്ക് ഗോൾഡ് ഉണ്ടോ 31? നോക്കട്ടെ. 31 തുറക്കുമ്പോൾ അയ്യോ, ഇല്ല കേട്ടോ. ഓക്കെ ചേച്ചി, സാരമില്ല ചേച്ചി, ഇനിയും വിളിക്കണേ കേട്ടോ. ബൈ. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു കോളറാണല്ലേ ചേച്ചി. ഓക്കെ, മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളിങ്ങനെ കൺഫ്യൂസ്ഡ് ആവാറുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതായത് TV-യിൽ കാണിക്കുന്ന ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നമ്പറിൽ ഒരിക്കലും നിങ്ങൾ വാട്സപ്പ് കോളോ അല്ലെങ്കിൽ വീഡിയോ കോളോ ഒന്നും ചെയ്യരുത്. നോർമൽ കോൾ ചെയ്യുക, ഇവിടെ കണക്റ്റ് ആവും. എന്നാൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് മാത്രമേ അയക്കാവുള്ളൂ, അതിൽ വിളിക്കാനും പാടില്ല. അപ്പോൾ ഇത് രണ്ടും കൺഫ്യൂസ്ഡ് ആവരുത്. നിങ്ങൾ TV കാണുന്ന നമ്പർ കോൾ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്, അത് മാത്രം ആലോചിച്ചാൽ മതി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള നമ്പറില്ലേ, അതാണ് വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പർ. ഓക്കെ, സോ കൺഫ്യൂസ്ഡ് ആകരുത്. ഇങ്ങനെ മാറിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആകെ മൊത്തം കുളമാവും. ഇവിടെയും കുളമാവും, അവിടെയും കുളമാവും. എന്തിനാ വെറുതെ നിങ്ങളുടെ എഫേർട്ടും വേസ്റ്റ് ആവും അല്ലേ? അപ്പോൾ കറക്റ്റായിട്ട് എന്നെ വിളിക്കുക. നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹായ്. ഹായ്, ഇതാരാണ്? ഇന്ദിര, ചാലക്കുടി. ഇന്ദിര, ചാലക്കുടി. എന്താ ചെയ്യുന്നത് ചേച്ചി? ഞാനിവിടെ ഞങ്ങള് ഒരു ശാസ്ത്രം പാട്ട് പഠിക്കുന്നുണ്ട്. സ്ത്രീകളെ പഠിപ്പിക്കുക പഠിക്കുന്നുണ്ട്.
ഓ അതൊക്കെ പഠിക്കാൻ പോകുന്നുണ്ടല്ലേ? 5 ക്ലാസ് പഠിക്കുന്നുണ്ട്. ചേച്ചി പഠിപ്പിക്കുകയാണോ ചെയ്യുന്നത്, പഠിക്കാൻ പോവാണോ ചെയ്യുന്നത്? ഞാൻ പഠിക്കാൻ പോകുന്നു. ഇന്ന് സൺഡേ ക്ലാസ് ഉണ്ടായിരുന്നോ? അപ്പം ഇന്നില്ല, നാളെ പ്രാക്ടീസ് ഉണ്ട്. നാളെ പ്രാക്ടീസ് ഉണ്ട്. അടിപൊളി. വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടില് 2 ആൺമക്കള് വീട്ടിലില്ല. ബാംഗ്ലൂരാണ് രണ്ടുപേരും. ഒരാള് ചാലക്കുടി ഉണ്ട്. ചാലക്കുടി ബാംഗ്ലൂരായിരുന്നു. ഇവിടെ ഇപ്പം വീട്ടിലുണ്ട്. ഇപ്പൊ പുറത്തേക്ക് പോയിരിക്കാണ്. മറ്റേ ആള് ബാംഗ്ലൂരിലാണ്. എന്താ രണ്ടുപേരില്ലേ? രണ്ടാമത്തെ ആള് ബാംഗ്ലൂരാണ്. ഓക്കെ ചേച്ചി പാട്ട് പാടുന്ന പോലെയാണ് സംസാരിക്കുന്നത്. ഓക്കെ ചേച്ചി, ഏതാണ് നമ്പർ സെലക്ട് ചെയ്തിരിക്കുന്നത്? നമ്പർ 48 അല്ലേ? 48. ഓക്കെ, 48 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. ഇനി മുന്നേ 49 ഗോൾഡ് ഉണ്ടായിരുന്നു. ഇനി ഇപ്പുറത്തെങ്ങാനും ഗോൾഡ് ഇരിപ്പുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കളയാം. ലെറ്റ്സ് സീ. അയ്യോ ഇല്ല കേട്ടോ. സാരമില്ല. താങ്ക്സ് ഫോർ കോളിംഗ് ചേച്ചി. ഇനിയും വിളിക്കണം. ബൈ. ഓക്കെ, ചേച്ചിക്കും കിട്ടിയിട്ടില്ല. ചേച്ചി പക്ഷേ ഭയങ്കര ഹാപ്പി പോസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. സോ എന്തായാലും നമുക്കൊരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരാം. ഇനി ACV സ്വർണ്ണവർഷത്തിൽ ഷോർട്ട് ബ്രേക്ക്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പാട്ടിൻ്റെ ഒരു ലഘു വീഡിയോ 8086011443 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നിങ്ങൾക്കും പാടാൻ അവസരമൊരുങ്ങും സിംഗിങ് സ്റ്റാർസ് കാണുക എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം ACV. ഹലോ, വെൽക്കം ബാക്ക് ടു ACV സ്വർണ്ണവർഷം. സ്വർണ്ണവർഷത്തിൽ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാൾക്ക് ഗോൾഡ് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഗോൾഡ് കൊടുക്കാനുണ്ട്. അപ്പോൾ കോൾസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലോട്ടും മെസ്സേജ് അയക്കാം. നമുക്ക് കോളിലോട്ട് പോകാം. ഹലോ. ആരാണിത്? എന്റെ പേര് ശ്രീകല. എവിടുന്നാ വിളിക്കുന്നേ? തൈക്കാട് നിന്നാണ് വിളിക്കുന്നത്. വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചി? വീട്ടില് മോളുണ്ട്, ഹസ്ബൻഡുണ്ട്, ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്. മോനുണ്ട്, ഹസ്ബൻഡുണ്ട്, ഹസ്ബൻഡുണ്ട്, ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്. ഓക്കെ. സോ എന്താണ് ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം? ഉച്ചയ്ക്ക് ചോറ്. സ്പെഷ്യൽ ഒന്നുമില്ല, ചിക്കൻ ഒന്നും ഇല്ല ഇന്നല്ലേ? ഇല്ല, ഞാൻ നോൺ വെജ് കഴിക്കില്ല. ഓക്കെ. ശരി ചേച്ചി, ഏതാണ് നമ്പർ? 37. 37 അല്ലേ? 37. ഓക്കെ, നോക്കാം. 37 ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കിക്കളയാം. ഓക്കെ, ലെറ്റ്സ് സീ. 37 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ല കേട്ടോ, സോറി എന്നാണ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും താങ്ക് യു സോ മച്ച് ചേച്ചി. തരാ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രേക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇനി ഒരുപാട് നമ്പേഴ്സ് ഓപ്പൺ ആക്കാനുണ്ട്. ഇപ്പോൾ ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഓപ്പൺ ആക്കിയിരിക്കുന്നത് 40 ആ ഒരു റോയിലാണ്. ശരിക്കും 49 ഗോൾഡും ഉണ്ടായിരുന്നു. ആ റോ തന്നെയാണ് വീണ്ടും ഇങ്ങനെ ആൾക്കാർ കൂടുതലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബാക്കിയെല്ലാം ഏകദേശം ഒരുപോലെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 30s-ലും 20s-ലും ഒക്കെ കൂടുതൽ പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം നെക്സ്റ്റ് കോളറിൽ ആരാണെന്ന്. ഹലോ, ഹായ്, ഇതാരാണ്? പ്രേമ. എവിടുന്നാ വിളിക്കുന്നേ? കൊല്ലത്തുനിന്ന് വിളിക്കുവാ. ആഹാ, വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചി? വീട്ടില് മോനുണ്ട്, മരുമോളുണ്ട്, കൊച്ചുമോളുണ്ട്. എല്ലാരും ഉണ്ടല്ലേ? ഇന്ന് എന്താണ് സൺഡേ എല്ലാരുമായിട്ട് പരിപാടി? പുറത്തോട്ടൊക്കെ പോകുന്നുണ്ടോ?
ഓ മക്കളൊക്കെ പഠിക്കാൻ പോയി അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. ഏത് നമ്പറാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്? 59. 59. ഓക്കെ. 59 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കട്ടെ. അയ്യോ ഇല്ല. സാരമില്ല, ഇനി അടുത്ത പ്രാവശ്യം വിളിക്കാം. അതാണ്. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ടൈം വിളിച്ചപ്പോ കിട്ടി അല്ലേ? ഇനി നെക്സ്റ്റ് ടൈം സ്വർണം കൂടെ കിട്ടട്ടെ. ഓ ശരി. ഓക്കെ ചേച്ചി, ബൈ. 49 ഗോൾഡ് ഉണ്ടായിരുന്നു, പക്ഷേ 59 ഗോൾഡ് ഇല്ല. ഇനി ഏതിലാണ് ഗോൾഡ് എന്ന് ആർക്കും അറിയില്ല അല്ലേ? ഇതിൽ എനിക്കൊന്ന് ഓപ്പൺ ആകാതെ കിടക്കുന്ന ഒരു റോയേ ഉള്ളൂ, 60. ആ റോയിലാണ് ആരും ഇതുവരെ ഒന്നും പറയാത്തത്. സോ നമുക്ക് നോക്കാം നെക്സ്റ്റ് കോളറിന് ഇനി ഗോൾഡ് കിട്ടുമെന്ന്. അതിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വാട്സപ്പിൽ അയക്കാൻ മറക്കരുത്. അതുവഴിയായിരിക്കും ചിലപ്പോൾ ഇന്നത്തെ ലക്ക് നിങ്ങളെ കാത്തിരിക്കുന്നത്. പിന്നെ വാട്സപ്പ് മാത്രം അയക്കാനല്ല, വിളിക്കുകയും വേണം. നമുക്ക് 2 ചാൻസ് ഉണ്ട് ഒരു ദിവസം സ്വർണ്ണവർഷത്തിൽ നിങ്ങൾക്ക് തരുന്നത്. കോളിലൂടെ ഒരു തവണ പങ്കെടുക്കാം, വാട്സപ്പിലൂടെയും പങ്കെടുക്കാം. സോ ആ ചാൻസ് ഒന്നും മിസ് ചെയ്യരുത്. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ. ഹായ്, ഇതാരാണ്? എന്റെ പേര് അഞ്ജന എന്നാണ്. എവിടെന്നാ വിളിക്കുന്നത് അഞ്ജിത? തിരുവഞ്ചൂര്, കോട്ടയം. അഞ്ജിത തിരുവഞ്ചൂർ. അഞ്ജന. ഓക്കെ. രണ്ടിലും ഇഞ്ചയുണ്ട്, സ്ഥലത്തിലും പേരിലും. ഓക്കെ. എന്താ ചെയ്യുന്നേ അഞ്ജന? ഞാൻ ട്യൂഷൻ എടുക്കുവാണ്. ട്യൂഷൻ എടുക്കാണ്. ഏത് സബ്ജക്റ്റ് ആണ്? ഞാൻ കൊമേഴ്സ് ആണ്. കൊമേഴ്സിന്റെ എല്ലാ സബ്ജക്റ്റും എടുക്കും. എത്രാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ്? കുട്ടികൾക്ക്. എനിക്ക് പക്ഷെ ഇവിടെ 1ാം ക്ലാസ് മുതലുള്ള കുട്ടികളുണ്ട്. ഓക്കെ. +2 വരെ ഉണ്ട് അല്ലേ? ഉണ്ട്, +2 വരെ ഉണ്ട്. ഓക്കെ. എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ഓൾമോസ്റ്റ് ഒരു 16. 60 ആണോ 16 ആണോ? 60 പറ്റത്തില്ലോ. 16. ഓക്കെ. യെസ്. അപ്പൊ ഇന്നുണ്ടോ ട്യൂഷനൊക്കെ? സൺഡേ ഇപ്പൊ കഴിഞ്ഞതേ പോയതേ ഉള്ളൂ. അപ്പൊ ചുമ്മാ ഒന്ന് AC വെച്ചതാ. ആണോ? ഇനി വൈകുന്നേരം ഉണ്ടോ ക്ലാസ്? ഇനി ഉണ്ട്. സാറ്റർഡേ സൺഡേ ആണ് കൂടുതൽ ബിസി അല്ലേ? സാറ്റർഡേ സൺഡേ കൂടുതൽ ബിസി. ഓക്കെ. ഏതാണ് നമ്പർ എടുത്തിരിക്കുന്നത്? ഞാൻ 27 ആണ്. എന്റെ മോളുടെ ബർത്ത്ഡേ ഡേറ്റ് ആണ് 27. ഏത് മാസമാണ് 27? ഫെബ്രുവരി 27 അല്ലേ? മോളുടെ പേരെന്താ? ശ്രീനന്ദന. ഓക്കെ. ശ്രീനന്ദന ഉണ്ടോ? എത്രാം ക്ലാസ്സിലാ ശ്രീനന്ദന? അവള് UKG-യിലാണ് അല്ലേ? ഓക്കെ. 27 നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഗോൾഡ് ഉണ്ടോ നോക്കിക്കളയാം. നോക്കട്ടെ. 27. ഹലോ നോക്കുവാണേ. 27 ഓപ്പൺ ആക്കുമ്പോൾ ഇല്ല. സാരമില്ല. ഓക്കെ. താങ്ക് യു സോ മച്ച്. ബൈ. സോ 27 ഗോൾഡ് ഇല്ല ഇത്തവണ. ഇന്നത്തെ ദിവസം ഈ ഒരു മൊമെൻറ്റിൽ 27 ഗോൾഡ് ഇല്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നെക്സ്റ്റ് സൺഡേ വിളിക്കുമ്പോൾ കിട്ടിയെന്നിരിക്കും. അപ്പോൾ വിഷമിക്കാതിരിക്കുക. കീപ്പ് ഓൺ ട്രൈയിങ്. അതുപോലെ വാട്സപ്പിലും അയക്കാൻ മറക്കരുത്. ഓക്കെ. സോ ഒരുപാട് നമ്പേഴ്സ് ഇനി ഓപ്പൺ ആക്കാനുണ്ട്. നമ്മൾ കുറച്ച് നമ്പേഴ്സ് മാത്രമേ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അതൊരു വലിയ ടാസ്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാസ്ക് ആണല്ലേ. ഒരു ലക്ക്, നമ്മുടെ തലയിൽ തോന്നുന്ന ഒരു നമ്പർ, അത് ചൂസ് ചെയ്ത് കണ്ടുപിടിക്കണം. എന്തായാലും നമുക്ക് നോക്കാം നെക്സ്റ്റ് കോളറിന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ഹലോ. സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ഹായ്, ധാരാണ്? ഹലോ, നമസ്കാരം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹായ്, ധാരാണ്? ടിവിയിൽ ശ്രദ്ധിക്കാതെ ടിവിയുടെ വോളിയം കുറച്ചിട്ട് ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിച്ചേ. എന്താണ് പേര്? അസീം. എവിടുന്നാ വിളിക്കുന്നേ? ഹലോ, തലശ്ശേരി എന്നല്ലേ? ഓക്കെ. ഏതാണ് നമ്പർ? 47 അല്ലേ? 47. നമുക്ക് തുറന്ന് നോക്കാം 47 ഗോൾഡ് ഉണ്ടോന്ന്. അവിടെ ഒറ്റയ്ക്കിരിക്കുകയാണ് 47. 47ന്റെ 2 സൈഡിലുള്ള നമ്പേഴ്സ് ഒക്കെ പോയിട്ടിരിക്കുകയാണ്. 47 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. നോക്കാം. അയ്യോ ഇല്ലല്ലോ. സാരമില്ല കേട്ടോ. ഇനിയും ട്രൈ ചെയ്യുക. നെക്സ്റ്റ് സൺഡേ കിട്ടുമെന്ന് നമുക്ക് നോക്കാം.
അതുപോലെ വാട്സപ്പിലും അയക്കാൻ മറക്കരുത്. പിന്നെ വിളിക്കുന്ന എല്ലാവരോടും എനിക്കുള്ള റിക്വസ്റ്റ്, നിങ്ങൾ ടി വിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് എന്നോട് സംസാരിക്കണം. കാര്യം എന്താണെന്നോ അങ്ങനെ പറയുന്നത്, ടി വിയിൽ വരുമ്പോൾ ഒരു ചെറിയൊരു ഡിലേ ഉണ്ടാവും. അപ്പോൾ ആ ഡിലേ നമ്മുടെ സംസാരത്തിലും ഉണ്ടാവും, പിന്നെ ഇവിടെ ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കുക, ടി വിയുടെ വോളിയം കുറച്ച് വെക്കുക. നേരത്തെ കോളിൽ അതാണ് സംഭവിച്ചത്. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹായ്, ഇതാരാണ്? പൂജ ടിവിയുടെ വോളിയം കുറച്ച് വെക്കോ, ഫുള്ള് കുറച്ച് വെച്ചേ. കുറച്ചു ഗുഡ് ഗേൾ. പൂജ എത്രാം ക്ലാസ്സിലാ? 7th സ്റ്റാൻഡേർഡിലോ? 7ാം ക്ലാസ്സിൽ? 7ാം ക്ലാസ്സിലാണെങ്കിൽ ഒരു LKG UKG കുട്ടിയുടെ സൗണ്ട് ആണ് കേട്ടോ പൂജയ്ക്ക്. കേക്കുന്നുണ്ടോ പൂജ? കേക്കുന്നുണ്ട്. ഇന്ന് അവധിയായിട്ട് എന്താണ് പൂജക്കുട്ടിയുടെ പരിപാടി? പ്രത്യേകിച്ചൊന്നും ഇല്ല. ഏതാണ് നമ്പർ സെലക്ട് ചെയ്തത് പൂജ? 54. ഓക്കെ, 54-ൽ പൂജക്കുട്ടിക്ക് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. 54 ഓപ്പൺ ആക്കുമ്പോൾ 54-ൽ ഗോൾഡ് ഉണ്ടോ? 54 തുറക്കാം. അയ്യോ ഇല്ല, സാരില്ല കേട്ടോ, ഗോൾഡ് ഇല്ല 54-ൽ കേട്ടോ. ഓക്കെ, ബൈ പൂജ. സോ പൂജയ്ക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ പൂജ വിളിച്ചപ്പോഴും പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജയും ടി വിയുടെ വോളിയം കൂട്ടിയാണ് വെച്ചത്. കാര്യം അതുകൊണ്ട് ഇവിടെ കേൾക്കാം. നോർമലി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ സൗണ്ട് ടി വി കേൾക്കാം ഫോൺ ചെയ്യുന്ന സമയത്ത്. അത് ശരിക്കും എല്ലാവർക്കും ഉള്ളൊരു ഫീലിംഗ് ആണ്. പക്ഷെ അത് കാരണം നമ്മുടെ കോള് നേരെ കണക്റ്റ് ആവില്ല, നേരെ സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ടി വിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് ഇപ്പുറത്തോട്ട് മാറി എന്നൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. എന്തായാലും നെക്സ്റ്റ് കോളിലോട്ട് പോകാം. ഹലോ ഹലോ, ACV സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? എൻ്റെ പേര് പ്രസാദ്. പ്രസാദ് എവിടെന്നാ വിളിക്കുന്നേ? ഹരിപ്പാട്. എവിടെയാ? ഹരിപ്പാട്. ഓക്കെ, വീട്ടിലാരൊക്കെയാ ഉള്ളത്? ഞാനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, വൈഫുണ്ട്, കുട്ടികൾ 2 പേര്. പ്രസാദ് എവിടെയാണ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ടാക്സി ഡ്രൈവറാണ്. ഓക്കെ. സൺഡേ എന്താണ് ഇന്ന് പരിപാടി? പുറത്തോട്ടൊക്കെ പോകുന്നുണ്ടോ? പുറത്തോട്ട് പോകുന്നില്ല. ടി വി കണ്ടോണ്ടിരിക്കുന്നു. ഓക്കെ, നമ്പർ സെലക്ട് ചെയ്തോ ചേട്ടാ? 24. 24-ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കിക്കളയാം. സോ നോക്കട്ടെ. 24 തുറക്കുമ്പോൾ ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കേ, താങ്ക് യു. അടിപൊളി. 24 ചൂസ് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ? എന്റെ വണ്ടി നമ്പർ 24. ഓ, ലക്കി നമ്പർ ആണപ്പോ. അടിപൊളി. എന്തായാലും ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ വിന്നർ ആണ് ചേട്ടൻ. കൺഗ്രാറ്റുലേഷൻസ്. ഇന്ന് മുന്നേ വിളിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും സ്വർണ്ണവർഷത്തിൽ? ഇല്ല, ഫസ്റ്റ് ടൈം വിളിക്കുന്നു, ഫസ്റ്റ് ടൈം കിട്ടുന്നു. അടിപൊളി. ഇനിയും വിളിക്കണം കേട്ടോ ഇതുപോലെ. തീർച്ചയായും. അടിപൊളി കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. ബൈ. സോ ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ വിന്നറും ആയി കഴിഞ്ഞു അല്ലേ? നേരത്തെ ശശിധരൻ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ദിസ് ടൈം പ്രസാദിനാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയും സ്വർണം കിട്ടാനുണ്ട്, ഇനിയും ഒരുപാട് ബോക്സുകൾ ഓപ്പൺ ആക്കാനുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ മടിച്ച് നിൽക്കാതെ വിളിക്കുക അല്ലേ? ഇപ്പോൾ കൂടുതൽ ഈസിയായി വരികയാണ്, കുറേയൊക്കെ ക്ലോസ് ആയി വരികയാണ്. അതിൽ നിന്ന് നിങ്ങൾ നമ്പർ ചൂസ് ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് വിളിക്കുക, പങ്കെടുക്കുക. അപ്പോൾ നെക്സ്റ്റ് കോളിലോട്ട് പോകാം. ഹലോ, ആരാണിത്? അഭിനവ്, ടിവിയുടെ വോളിയം കുറയ്ക്കോ പെട്ടെന്ന്. കുറച്ചു. ഓക്കെ, അഭിനവ് എത്രാം ക്ലാസ്സിലാ? ടിവിയുടെ വോളിയം കുറച്ചിട്ടില്ല. കള്ളനാണേ അഭിനവ്. നന്നായിട്ട് കുറച്ച്. എനിക്ക് ഇവിടെ കേൾക്കാം സൗണ്ട്. കുറച്ചോ? കുറച്ചു. ഓക്കെ, അഭിനവ് എത്രാം ക്ലാസ്സിലാ? 11th. എവിടെയാ സ്ഥലം? എറണാകുളം. ഏതാണ് നമ്പർ ചൂസ് ചെയ്തത് അഭിനവ്? 25. 25-ൽ അഭിനവിന് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കട്ടെ. 25
ഗോൾഡ് ഉണ്ടോ? തുറക്കുമ്പോൾ അയ്യോ ഇല്ലല്ലോ. സാരമില്ല കേട്ടോ, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ ബൈ. സോ അഭിനവിൻ്റെ അടുത്ത് അതേ ഞാൻ സംസാരിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനവ് കുറച്ചു എന്ന് പറഞ്ഞെങ്കിൽ ഇച്ചിരിയെ കുറയ്ക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ട് തന്നെ എനിക്കിവിടെ കേൾക്കാം. അപ്പോൾ എപ്പോഴും കുറയ്ക്കാൻ പറയുമ്പോൾ ഫുൾ അങ്ങ് കുറച്ചോ, വേണ്ട സൗണ്ട് വേണ്ട. അല്ലെങ്കിൽ ഒരു പോയിന്റ് കൂട്ടി വെച്ചാലും, ഇല്ലെങ്കിൽ നമ്മൾ ഫോണിൽ സംസാരിക്കുന്ന ആൾ കുറച്ച് മാറിയിരിക്കുക, വീട്ടിലെല്ലാവർക്കും കേൾക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മളൊന്ന് മാറിയിരുന്നാലും കാര്യം സോർട്ടഡ് ആവും. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? മരുതൻകുഴിന്ന് ലൈലജ. മരുതൻകുഴിന്ന് ശൈലജയാണോ? ലൈലജ. ഓക്കെ, ലൈലജ ചേച്ചിയുടെ വീട്ടിലാരൊക്കെയാ ഉള്ളത്? ഇപ്പൊ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അമ്പലത്തിന്റെ ഒക്കെ അടുത്താണോ മരുതൻകുഴി ദേവീക്ഷേത്രത്തിന്? അമ്പലത്തിന്റെ തൊട്ട് ബാക്കിൽ തന്നെ. ബാക്കിലാണ്. ഓക്കെ ഓക്കെ ചേച്ചി, ഏതാണ് നമ്പർ സെലക്ട് ചെയ്തത്? നമ്പർ 60. 60. ഓക്കെ, 60-ൽ ഗോൾഡ് ഉണ്ടോ ലൈലജ ചേച്ചിക്ക്? നമുക്ക് പതുക്കെ നോക്കാം. നോക്കട്ടെ, 60-ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഗോൾഡ് ഇല്ല കേട്ടോ. സാരമില്ല. താങ്ക് യു സോ മച്ച് ചേച്ചി, ബൈ. ഓക്കെ, ലൈലജ ചേച്ചിക്കും ഗോൾഡ് കിട്ടിയിട്ടില്ല. പക്ഷേ ഇതുവരെ നമ്മൾ 2 പേർക്ക് ഗോൾഡ് കൊടുത്തു. ഇനി ആർക്കാണ് കിട്ടാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് കോളറിന് കിട്ടുമോ എന്നുള്ള അറിയില്ല. ഇനിയിപ്പോൾ വാട്സപ്പിലൂടെയാണോ കിട്ടാൻ പോകുന്നതെന്ന് അറിയില്ല. സാധാരണഗതിയിൽ ഒരു ലാസ്റ്റൊക്കെയാണ് എല്ലാം കൂടെ വരാറ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ആദ്യം കിട്ടി, കുറച്ച് കഴിഞ്ഞ്, ഇപ്പോൾ കുറച്ച് മുന്നേ കിട്ടി, അല്ലേ? അത് കറക്റ്റായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്താണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, ഇതാരാണ്? എന്റെ പേര് ആർച്ച, വാകത്താനത്തിൽ നിന്ന് വിളിക്കുകയാണേ. ആർച്ച എന്താ ചെയ്യുന്നേ? ഞാൻ നേഴ്സാണ്, കോട്ടയം. നേഴ്സാണ്. ഓക്കെ, ഇന്നില്ല അല്ലേ? ഇന്ന് അവധിയായിരുന്നു. ഇന്ന് അവധിയായിരുന്നു. പൊതുവെ ഏത് ഷിഫ്റ്റ് ഇപ്പൊ റീസെന്റ്? എനിക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെയാണ്. വൈകിട്ട് വരെയാണ്. ഓക്കെ. അപ്പോ സാറ്റർഡേ സൺഡേ അവധിയാണ് പൊതുവെ? അതെ, സൺഡേ വീക്കിലി ഓഫ് ആണ്. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉള്ളത് ആർച്ച? ഹസ്ബൻഡും അമ്മയുണ്ട്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ? ഹസ്ബൻഡ് എഞ്ചിനീയർ ആണ്. ഓക്കെ, രണ്ടുപേരും നാട്ടിൽ തന്നെ ഉണ്ട് അല്ലേ? ഉണ്ട്. ഓക്കെ. ഏതാണ് നമ്പർ സെലക്ട് ചെയ്തിരിക്കുന്നത്? 17. 17. ഓക്കെ, 17 ചൂസ് ചെയ്യാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, പ്രത്യേകിച്ചൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ റോയിൽ കുറച്ച് നമ്പേഴ്സ് ഇങ്ങനെ അടുക്കിരിപ്പുണ്ട്, അതിൽ ഒന്നിൽ ചിലപ്പോ കാണും എന്ന് തോന്നി അല്ലേ? അതെ. നമുക്ക് നോക്കാം 17-ൽ ഗോൾഡ് ഉണ്ടോ അത്. ഓക്കെ, നോക്കട്ടെ 17-ൽ ഗോൾഡ് ഉണ്ടോ. അയ്യോ ഇല്ലല്ലോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, ടാറ്റാ. ബൈ. അപ്പോൾ 17-ലും ഗോൾഡ് ഇല്ല. ഇനിയിപ്പോൾ ഏത് നമ്പറിലായിരിക്കും ഗോൾഡ് ഉള്ളത് അറിയില്ല. എനിക്ക് ഒരു ഐഡിയയില്ല. എങ്കിൽ ഞാൻ ക്ലൂ തന്നേനെ, എന്തെങ്കിലുമൊക്കെ ഇന്ന റോയിലുണ്ട് അങ്ങനെയൊക്കെ ഞാൻ ക്ലൂ തന്നേനെ. അതുകൊണ്ട് മനഃപൂർവ്വം എന്നെ അറിയിച്ചിട്ടില്ല. സോ നമുക്ക് നോക്കാം. 2 പേർക്ക് ഇന്ന് കിട്ടി. നേരത്തെ പറഞ്ഞ പോലെ ശശിധരൻ ആൻഡ് പ്രസാദിനാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് കോളറിനുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഹലോ, അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. 12:45 വരെ നോർമലി ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അത് കഴിഞ്ഞിരിക്കുക കേട്ടോ. ഇനി വാട്സപ്പിൽ ആരും മെസ്സേജ് അയക്കേണ്ട. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ, ACV സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? എന്താ? ഗിരിജ. എവിടുന്നാ വിളിക്കുന്നേ? ചങ്ങനാശ്ശേരി. ഓക്കെ ചേച്ചി, വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടിൽ 2 പിള്ളേര്. 2 പിള്ളേരുണ്ട്. ഭർത്താവ് എല്ലാവരും ഉണ്ട്. എന്തോ ഭർത്താവ്? 2 പിള്ളേരുണ്ട്. ഓക്കെ, സ്കൂളിൽ പഠിക്കുകയാണോ? ആദ്യമായിട്ട് വിളിക്കുവാ. ഇപ്പം കണ്ടപ്പോ വിളിച്ചതേ ഉള്ളൂ. ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് നോക്കാം ഇന്ന് സ്വർണം കിട്ടുമോ. ഓക്കെ, ഏതാണ് നമ്പർ? 29. 29 അല്ലേ? ഓക്കെ, 29-ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. 20 ആ റോയിൽ കുറേ നമ്പേഴ്സ് പോയിട്ടുണ്ട്. 29 ഇനി നമുക്ക് നോക്കിക്കളയാം ഗോൾഡ് ഉള്ള നമ്പർ ആണോ എന്ന്. ഇല്ല കേട്ടോ, സോറി എന്നാണ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. താങ്ക് യു സോ മച്ച് ചേച്ചി, ബൈ.
സോ ഗിരിജ ചേച്ചിക്ക് സ്വർണം കിട്ടിയിട്ടില്ല. സാരമില്ല, ആദ്യമായിട്ടാണ് വിളിക്കുന്നത്, ഫസ്റ്റ് ട്രൈ ആണ്. എല്ലാ തവണയും ഫസ്റ്റ് ട്രൈ കിട്ടണമെന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും ട്രൈ ചെയ്യുക. അതുപോലെ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ടൈം കഴിഞ്ഞു പോയി. കാര്യം ഇനി അങ്ങോട്ടുള്ള ടൈമിലാണ് നമ്മൾ വാട്സപ്പിലെ വിന്നേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ സോർട്ട് ചെയ്തെടുക്കുന്നത്. അതിനൊരു ടൈം വേണ്ടേ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 12:45 നമ്മൾ വാട്സപ്പിൻ്റെ ഇത് അയക്കാൻ പറ്റുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എങ്ങനെ? കോളിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അത് കറക്റ്റ് ഷോ അവസാനിക്കുന്നവരെയും കോളിലൂടെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സോ യെസ്, നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ. ഹലോ. ഹായ്, ഇതാരാണ്? ഞാൻ അനഘ. അനഘ. അനഘ എവിടുന്നാ വിളിക്കുന്നേ? തിരുവനന്തപുരത്ത്. എന്താ ചെയ്യുന്ന അനഘ? ഞാൻ +1 പഠിക്കുക. +1 പഠിക്കുകയാണ്. ഓക്കെ. +1 എങ്ങനെയുണ്ട്? ഭയങ്കര ടഫാണോ? ടഫാണ്. ഏത് സബ്ജക്റ്റാ? ഹോം സയൻസ്. ഹോം സയൻസ് ആണ് എടുത്തിരിക്കുന്നത്. എന്താ ഹോം സയൻസ് എടുത്ത? ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. ഓക്കെ. എന്തോ? മാത്സ് ഇല്ല. എന്തില്ല? മാത്സ് സബ്ജക്റ്റ് ഇല്ല. മാത്സ് ഒഴിവാക്കാനുള്ള ഇതായിരുന്നു അല്ലേ പരിപാടി, ഹോം സയൻസ് എടുത്തത്? ഓക്കെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്താണ്, +2 കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻ? ഒന്നും തീരുമാനിച്ചില്ല അല്ലേ? ഇപ്പോഴേ ഇരുന്ന് തീരുമാനിച്ചോ? ഇപ്പോഴേ തീരുമാനിച്ചിട്ടേ കാര്യമുള്ളൂ കേട്ടോ. ഓക്കെ. ഏതാണ് നമ്പർ? 64. 64 അല്ലേ? 64 സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ല, വെറുതെ അങ്ങ് സെലക്ട് ചെയ്തു നോക്കാം. 64 അനഘയ്ക്ക് ഗോൾഡ് ഉണ്ടോ ഇനി? കാര്യം നന്നായി. കാര്യം ഈ 60 to 70 ഒരു നമ്പർ പോലും പോയിട്ടില്ല. അനഘയാണ് അത് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. 64 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. സാരമില്ല. താങ്ക്സ് ഫോർ കോളിംഗ്. ടാറ്റാ. സോ അനഘയ്ക്ക് ഗോൾഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതുവരെ നോക്കുമ്പോൾ 2 പേർക്ക് ഗോൾഡ് കൊടുക്കാൻ പറ്റി. പക്ഷേ ഇനി ഗോൾഡ് ആരാണ് നേടാൻ പോകുന്നത്? കോളിലൂടെയാണോ വാട്സപ്പിലൂടെയാണോ എന്നുള്ളതിൽ ഒരു ഐഡിയയും ഇല്ല. അതിനിപ്പോൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. കുറേ നമ്പേഴ്സ് ഓപ്പൺ ആയി, കുറേ നമ്പേഴ്സ് ഇനി ഓപ്പൺ ആവാനും ഉണ്ട്. ഏകദേശം ഈക്വലി തന്നെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്, ഓപ്പൺ ആയതും ഓപ്പൺ ആകാത്തതും ഒക്കെ. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ചൂസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ 14, പിന്നെ 20s ഏറ്റവും കൂടുതൽ ഇപ്പം നോക്കുമ്പോൾ പോയിരിക്കുന്നത് കേട്ടോ. പിന്നെ 40s കുറേ നമ്പേഴ്സ് പോയിട്ടുണ്ട്. ശരിക്കും ഫസ്റ്റ് റോയിലും ലാസ്റ്റ് റോയിലും ഒക്കെ ഒരുപാട് നമ്പേഴ്സ് തുറക്കാനുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് നിങ്ങൾ ഓപ്പൺ ആക്കേണ്ടത്. സോ സ്വർണ്ണമാണ് നമ്മുടെ സമ്മാനം. ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പേർക്ക് നമുക്ക് ഗോൾഡ് കൊടുക്കാൻ പറ്റി. ഒന്നെന്ന് പറയുന്നത് ശശിധരൻ ചേട്ടൻ ആദ്യം വിളിച്ചതാണ്, സെക്കൻഡ് കോളർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ റീസെൻ്റ്ലി ഒരാൾക്ക് കൊടുക്കാൻ പറ്റി. ഇനി ആർക്കും നോക്കാം. എന്തായാലും അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ. ഹായ്, സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ലേഖ. പാലക്കാടുന്ന്. എന്താ ചെയ്യുന്ന ലേഖ? ഞാൻ അഡ്വക്കേറ്റ് ആണ്. ഓക്കെ. വീട്ടിലാരൊക്കെയുള്ളത്? വീട്ടില് ഹസ്ബൻഡും ഞാനും പിന്നെ ഒരു പെറ്റും ഉണ്ട് ഇപ്പൊ. പെറ്റ് പൂച്ചയാണോ പപ്പിയാണോ? പട്ടിക്കുട്ടി. അതെ. ഓക്കെ. പുതിയതായിട്ട് വാങ്ങിയതാണോ? അല്ലല്ല, കൊറേയായി. അവൾക്ക് 10 വയസ്സായി. 10 വയസ്സായി. ഓക്കെ. എന്താണ് പേര്? ബഡ്ഡി. ഓക്കെ. ഏത് നമ്പറാണ് സെലക്ട് ചെയ്തത്? 66. ഓക്കെ. 66 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. അപ്പോൾ ലാസ്റ്റ് ആണ് നമ്മുടെ 60ന്റെ ആ ഒരു റോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ 64 പറഞ്ഞു, ഇപ്പോൾ 66 പറഞ്ഞു. ലെറ്റ്സ് സീ 66 ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഇല്ല കേട്ടോ. ഓക്കെ. സാരമില്ല. താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ. സോ ഇനിയും കോള് വരും. നെക്സ്റ്റ് സൺഡേയും വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാര്യം സ്വർണം വീണ്ടും വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷിക്കാനും പറ്റുള്ളൂ, നമ്മുടെ ലക്ക് പരീക്ഷിക്കാൻ പറ്റുള്ളൂ, സ്വർണം കിട്ടത്തുള്ളൂ. ചില ആൾക്കാർക്ക് ചില ദിവസങ്ങളിൽ ലക്ക് കിട്ടാറുണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഫസ്റ്റ് ടൈം വിളിക്കുന്നു, സ്വർണം അടിക്കുന്നു, അടിപൊളി അല്ലേ? ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ലക്ക് ചില സമയങ്ങളിൽ വരാറുണ്ട്. അപ്പോൾ പക്ഷേ നമുക്കും ഒരു 2-3 തവണ ട്രൈ ചെയ്ത് ലക്ക് വരാതിരിക്കില്ല കേട്ടോ. അതുകൊണ്ട് വരും എന്നുള്ളൊരു വിശ്വാസത്തോടെ എപ്പോഴും വിളിക്കുക. വാട്സപ്പിലും പങ്കെടുക്കുക. നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ. ഹായ്, ഇതാരാണ്? രാഹുൽ എവിടെന്നാ വിളിക്കുന്നേ? കൊല്ലത്തുനിന്നാ. എന്താ ചെയ്യുന്നത് രാഹുല്? ഞാന് ജയിൽ വാർഡനായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ. വീട്ടിലാരൊക്കെയാ ഉള്ളത്?
വീട്ടില് വൈഫുണ്ട്, കുട്ടികളുണ്ട്. കുട്ടികളുണ്ട്. കുട്ടികളൊക്കെ എത്രാം ക്ലാസ്സിലാ? ഇല്ല. എന്തോ? ഒരാൾക്ക് 4 വയസ്സുണ്ട്, ഒരാൾക്ക് 1 വയസ്സുണ്ട്. ഒരാൾക്ക് 1 വയസ്സ്, 4ഉം 1 വയസ്സും അല്ലേ? ഓക്കെ. ചേട്ടന്റെ ജോലി എന്തൊക്കെയാണ് ചേട്ടാ ശരിക്കും നോർമലി ചെയ്യുന്നത്? ജയിൽ വാർഡൻ എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ പൊതുവെ നമ്മൾക്ക് അറിയില്ലല്ലോ, ഉള്ളിൽ ഉള്ളത് എന്തൊക്കെയാണ് ചേട്ടന്റെ ജോലികൾ പൊതുവെ? ഞാൻ അവിടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഫുഡ് യൂണിറ്റിന്റെ ഡയറ്റിന്റെയും ചാർജ്. എന്തൊക്കെയാണ്? ഡയറ്റ് അല്ലേ, ഫുഡിന്റെ ഒക്കെ? ഓക്കെ. അതിന്റെ ഈ നമ്മൾ അന്തർവാസികളുടെ ആഹാരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക, എന്തൊക്കെ വേണമെന്ന് ചാർട്ട് ചെയ്യുക, അതൊക്കെ അല്ലേ? പിന്നെ അത് നമുക്ക് മെനു ഉണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ അവർക്ക് നമ്മള് ഉപ്പുമാവ, പിന്നെ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ അവർക്ക് ചപ്പാത്തി, രാവിലത്തെ ഫുഡ്. പിന്നെ ഞായറാഴ്ച ദിവസം ഇഡലി അല്ലെ ദോശ. അങ്ങനെ. പിന്നെ ശനിയാഴ്ച മട്ടൻ ഉണ്ട്, തിങ്കളാഴ്ചയും ബുധനാഴ്ചയും മീനുണ്ട്. അങ്ങനെ. ഓക്കെ. അങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ജോലി അല്ലേ? ഓക്കെ, ശരി ഏട്ടാ. ഏതാണ് നമ്പർ? 13 അല്ലേ? 1 3 13. ഓക്കെ. 13-ല് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കട്ടെ, 13 ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ലല്ലോ. ഇല്ല കേട്ടോ. ഓക്കെ. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഓക്കെ, ബൈ. ഇതുവരെ നോക്കുമ്പോൾ 2 വിന്നേഴ്സിനെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. സോ കുറേ നമ്പേഴ്സ് ഓപ്പൺ ആക്കി, ഇനിയും നമ്പേഴ്സ് ഓപ്പൺ ആക്കാനുണ്ട്, ഇനിയും കോളേഴ്സ് വരാനുണ്ട്. പെട്ടെന്ന് വിളിക്കുക. നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഇനി പങ്കെടുക്കാൻ ഒക്കില്ല, ഇനി നിങ്ങൾക്ക് കോളിലൂടെ മാത്രമേ പറ്റൂ. ഷോ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിളിക്കുക. ആ ഒരു ലാസ്റ്റ് വിന്നർ ചിലപ്പോൾ നിങ്ങളായി മാറിയേക്കാം. എന്തായാലും നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ. ഹായ്. ഹലോ, ഇതാരാണ്? മിനി. എവിടുന്നാ വിളിക്കുന്നേ? നെടുമങ്ങാട്. എന്താ ചെയ്യുന്നത് ചേച്ചി? ഞാൻ ഹൗസ് വൈഫ് ആണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹസ്ബൻഡും 2 മക്കളും ഉണ്ട്. മിനി ചേച്ചി, എന്താണ് ഇന്ന് സ്പെഷ്യൽ സൺഡേ? പ്രത്യേകിച്ചൊന്നുമില്ല, റെസ്റ്റ് അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാരും ഉണ്ടോ വീട്ടില്? എല്ലാരും ടി വി ഒക്കെ കണ്ടിരിക്കുകയാണോ? ആണ്. ഓക്കെ. ഏത് നമ്പർ സെലക്ട് ചെയ്ത് ചേച്ചി? 68. 68. ഓക്കെ, നമുക്ക് നോക്കാം 68-ൽ ഗോൾഡ് ഉണ്ടോന്ന്. 64 പറഞ്ഞു, 66 പറഞ്ഞു. ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് കോളർ പറയാണ് 68 എന്ന്. ലെറ്റ്സ് സീ. 68-ൽ ഗോൾഡ് ഇല്ല കേട്ടോ. സാരമില്ല. താങ്ക് യു സോ മച്ച്. 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ടല്ലേ? പിന്നെന്താണ്? അപ്പൊ സാരമില്ല, ഇത്തവണ കിട്ടാത്തത് നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ ചേച്ചി, ബൈ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് കോളറിനും കിട്ടിയിട്ടില്ല. 2 വിന്നേഴ്സിന് നമുക്ക് കോളിലൂടെ കിട്ടി. ഇനി അറിയേണ്ടത് വാട്സപ്പിലൂടെ നമുക്ക് വിന്നർ ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് നോക്കാം അല്ലേ, വിന്നർ ആരാണ് എന്നുള്ളത്. ഓക്കെ, ട്രിവാൻഡ്രത്ത് നിന്നുള്ള സുകുമാരനാണ് സ്വർണം അടിച്ചിരിക്കുന്നത്. സുകുമാരൻ പറഞ്ഞിരിക്കുന്ന നമ്പർ 62 ആണ്. ഓക്കെ, 62 നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ലെറ്റ്സ് സീ. 62 ഓപ്പൺ ആക്കുമ്പോൾ ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അടിപൊളി. അങ്ങനെ നമുക്ക് 3 വിന്നേഴ്സിനെ കിട്ടി, ശശിധരൻ, പ്രസാദ് ആൻഡ് സുകുമാരൻ. അപ്പൊ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. കിട്ടാത്തവരാരും വിഷമിക്കേണ്ട. നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് സ്വർണ്ണം അടിക്കാം. എന്തായാലും ഇന്നത്തേക്ക് പോവാണ്. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. ദിസ് ഈസ് ശിൽപ സൈനിങ് ഓഫ്.